ഒന്നും വേണ്ട, പെണ്ണിനെ തന്നാ മതിയെന്ന് പറയേണ്ട താമസം. ഒന്നും തരാതെ ഇങ്ങോട്ട് കയറ്റി വിട്ടേക്കുവാ മോളെ. നിന്റെ വീട്ടുകാർക്കൊരിച്ചിരി പോലും നാണവും മാനവും ഇല്ലേ? കല്യാണം കഴിഞ്ഞ ഒരാഴ്ച ആയതേ ഉള്ളൂ. പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് തന്നെ പൊന്നും പണവും നൽകി കെട്ടിച്ചയക്കാനുള്ള ആവതില്ലായിരുന്നു അച്ഛന്. ആ സമയത്തായിരുന്നു ശരത്തിൻ്റെ ആലോചന വരുന്നത്. എനിക്ക് മോനും പെണ്ണിനെ ഇഷ്ടമായി. ഇനി നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഇവളെ ഞങ്ങൾക്ക് തന്നേരെ എന്ന് ശരത്തിൻ്റെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനും എല്ലാം വല്ലാത്ത സന്തോഷമായിരുന്നു. ഇഷ്ടക്കേടിൻ്റെ അല്ല, വളച്ചു കെട്ടാതെ കാര്യം പറയാലോ. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതുമാത്രമല്ല, നാട്ടുനടപ്പനുസരിച്ച് മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ... അച്ഛൻ എങ്ങും തൊടാതെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ശരത്തിൻ്റെ അമ്മ കൈ ഉയർത്തി അച്ഛനെ തടഞ്ഞു. സ്ത്രീധനമാണ് ഉദ്ദേശിച്ചതെങ്കിൽ എൻ്റെ മോൻ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടിയെ എൻ്റെ മോന് കൊടുക്കുക. ഇതിനപ്പുറത്തേക്ക് അവന് ഒരഭിപ്രായം ഉണ്ടാവില്ല. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതാ. അന്ന് മുതൽ ഇതുവരെ അവനെ വളർത്തിയത് ഞാനാ. അതുകൊണ്ട് അമ്മ പറയുന്നതിനപ്പുറം അവനില്ല, അല്ലേ മോനെ? അമ്മയുടെ ചോദ്യം കേട്ട് ശരത്തൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാതെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അന്ന് അമ്മയുടെ വാക്കുകൾ തന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിൻ്റെ ആയുസ് വിവാഹശേഷം ഒരാഴ്ചയായിരുന്നു എന്നിപ്പോൾ അറിയുന്നു. അമ്മ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അമ്മ തന്നെയല്ലേ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നിട്ടും കല്യാണം നടത്താൻ എൻ്റെ അച്ഛൻ പെട്ട കഷ്ടപ്പാട് ഞാൻ കണ്ടതാ. അതിനിടയ്ക്ക് എനിക്ക് സ്വർണം കൂടെ. രേണുകയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇത്ര പെട്ടെന്ന് അമ്മയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഹോ, വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും തരാതെ ഇവിടെ കെട്ടിലമ്മയാക്കിക്കൊള്ളാം എന്നാണോ? വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളുടെ മര്യാദ. അറിഞ്ഞ് വേണ്ടത് കൊണ്ടുവരേണ്ടത് നിന്റെ തന്തയുടെ മര്യാദ. അതെങ്ങനാ? നക്കി തിന്നാൻ ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് പെണ്ണിനെ കെട്ടിയാൽ ഇതൊക്കെ തന്നെ അവസ്ഥ. അമ്മയുടെ വാക്കുകളിലെ പുച്ഛം അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി. ആർഭാടത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു നേരം ഭക്ഷണം മുടങ്ങിയിട്ടില്ല വീട്ടിൽ. ഉടുക്കാനും ഉണ്ണാനുമുള്ള വരുമാനം എന്ത് ജോലി ചെയ്തിട്ടാണേലും അച്ഛൻ കണ്ടെത്തുമായിരുന്നു. മറുത്തൊരു വാക്കുപോലും പറയാൻ കഴിയാതെ തേങ്ങലുകൾ തൊണ്ടയിൽ കുടുങ്ങി. അന്ന് രാത്രി ശരത്ത് വരുമ്പോൾ അവൾ റൂമിലായിരുന്നു. ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത്? പതിയെ അവൾക്കരികിലിരുന്ന് താഴ്ന്നിരുന്ന തല പതിയെ പിടിച്ചുപൊക്കി. ഇതെന്താണ്ടോ? കരയുവാണോ? അതിനിപ്പോ എന്നാ പറ്റി? വീട്ടുകാരെ പിരിഞ്ഞു നിൽക്കുന്ന സങ്കടമാകുമല്ലേ? അവൻ പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ അവൻ്റെ മാറിലേക്ക് ചേർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു രേണുക. പിന്നെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ വിഷമത്തോടെ അവന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സാരമില്ല എന്നും പറഞ്ഞവൻ അവളെ ആശ്വസിപ്പിച്ചു. സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിവാഹം തന്നെ ഞാൻ സമ്മതിച്ചത്. എൻ്റെ അച്ഛനെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ രേണുക ശരത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ അവനും നിസ്സാരമട്ടിൽ പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ അമ്മ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ രേണു. വേണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛൻ നിനക്കായി എന്തേലും തരുമെന്നാണല്ലോ കരുതുക. ചില നാട്ടു നടപ്പുകളും ഉണ്ടാകുമല്ലോ. ഇതൊന്നും വാങ്ങി എനിക്ക് സൂഹിക്കാനൊന്നുമല്ല. നാളെ നമുക്കൊരു വീട് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തേലും ഒരു പുതിയ ജോലി നോക്കണമെങ്കിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അതൊക്കെ ഉപകരിക്കും. അതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ടത് നിന്റെ വീട്ടുകാരല്ലേ? അത് ചെയ്യാതെ അമ്മ പറഞ്ഞത് തെറ്റാണെന്നും പുച്ഛിച്ചെന്നുമൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് എന്തിനാ? പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പതിയെ അച്ഛനോട് കാര്യം പറഞ്ഞ് എന്തേലും വാങ്ങിച്ചെടുക്ക്. ഇനി ജീവിക്കേണ്ടത് ഇവിടെ അല്ലേ? അപ്പോൾ അമ്മ പറയുന്നത് കൂടെ കുറച്ച് കേൾക്കണ്ടേ? ശരത്ത് പറഞ്ഞത് പുഞ്ചിരിയോടെ ആയിരുന്നെങ്കിൽ രേണുക കേട്ടത് നെഞ്ചിടിപ്പോടെ ആയിരുന്നു. തുടക്കമായപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ തുടർന്നങ്ങോട്ട് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ഒരാന്തൽ. അവൾ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അവൾ മടിയോടെ ആയിരുന്നു പറഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയില്ലല്ലോ. ഞങ്ങളൊന്ന് വീട്ടിൽ പൊക്കോട്ടെ അമ്മേ. അവളുടെ ചോദ്യം കേട്ടപ്പോൾ ശരത്ത് അമ്മയൊന്ന് ഇടം കണ്ണിട്ട് നോക്കി. അമ്മയുടെ മുഖത്ത് കേട്ട ഭാവം പോലും ഇല്ലെന്ന് കണ്ടപ്പോൾ അവനും ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ചു. അമ്മയേട്ടനും ഒന്നും പറഞ്ഞില്ല. രേണുക പ്രതീക്ഷയോടെ അമ്മയെയും ശരത്തിനെയും മാറി മാറി നോക്കുമ്പോൾ ശരത്ത് പകുതി താല്പര്യത്തോടെ അമ്മയെ നോക്കാതെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് പോയി വരാല്ലേ അവിടെ വരെ? അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ എന്തു പറയും? കല്യാണം കഴിഞ്ഞ് ചെക്കനും പെണ്ണും ആ വഴി തിരിഞ്ഞു നോക്കിയില്ല എന്ന് കരുതില്ലേ? അവൻ്റെ എങ്ങും തൊടാതെയുള്ള ചോദ്യം കേട്ടപ്പോഴാണ് അമ്മ തല ഉയർത്തിയത്. നിനക്കെന്താ അച്ചി വീട്ടിൽ അന്തി ഉറങ്ങാൻ മുട്ടി നിൽക്കുവാണോ? നാണോ ഇല്ലാത്ത പെങ്കോന്തൻ. അവിടെ പോയി എവിടെ കിടക്കാനാ നീ? ഒന്ന് കാല് നിവർത്താൻ പോലും സ്ഥലമില്ലാത്തടത്ത് എല്ലാവരുടെയും നടുക്ക് കിടക്കാനാണോ ഇത്ര മുട്ടി നിൽക്കുന്നത്? അമ്മയുടെ എടുത്തടിച്ച പോലെയുള്ള സംസാരം കേട്ടപ്പോഴേ ശരത്ത് തല താഴ്ത്തി ചോറ് കഴിക്കാൻ തുടങ്ങി. ഇനി പോയേ പറ്റൂ എന്നാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ പോയിട്ട് ഇവളെ അവിടെ ആക്കി അപ്പോൾ തന്നെ പോന്നേക്കണം. പണി ലീവാക്കിയുള്ള വിരുന്നുകൂടലൊന്നും വേണ്ട. അത്രയും പറഞ്ഞത് അവനോടായിരുന്നു.
അത് കഴിഞ്ഞ് അമ്മ അവളുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. ദേ കൊച്ചേ, പോകുന്നതൊക്കെ കൊള്ളാം, ഒരു ദിവസം നിന്നിട്ടിങ്ങ് പോന്നേക്കണം. പിന്നെ പോരുമ്പോൾ അച്ഛനോട് മയത്തിൽ പറഞ്ഞ് കയ്യിലും കഴുത്തിലും എന്തേലുമൊക്കെ ഒപ്പിച്ചെടുക്കാൻ നോക്ക്. അതിന് പറയാൻ മറുപടി ഒന്നുമില്ലായിരുന്നു അവളിൽ. രാവിലെ കുളിച്ചൊരുങ്ങി പോകാനായി ഇറങ്ങുമ്പോൾ അവനും ഉണ്ടായിരുന്നു കൂടെ. ഞാൻ പോട്ടെ. അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവരവളെ പുച്ഛത്തോടെ നോക്കി. പോകുന്നതൊക്കെ കൊള്ളാം, വരുമ്പോ പറഞ്ഞത് മറക്കണ്ട. അതിനവളൊന്ന് പുഞ്ചിരിച്ചു. അതിനി ആര് വരാൻ? അവളുടെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് അമ്മയും ശരത്തും പരസ്പരം നോക്കി. നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ല. ശരത്താണ് ചോദിച്ചത്. അതിനി ആരാ ഇങ്ങോട്ട് വരുന്നത് എന്ന്. താലി കെട്ടുന്നത് കഴുത്തിലാണ്, പക്ഷേ നിങ്ങളൊക്കെ കെട്ടുന്നത് കയ്യിലും കാലിലുമാണ്. കെട്ടിക്കേറി വരുന്ന പെണ്ണ് പിന്നെ സ്വന്തം വീട്ടിൽ പോണേൽ നിങ്ങളുടെയൊക്കെ കാല് പിടിക്കേണ്ട അവസ്ഥ. ആണിന് പെണ്ണിൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല. വീടും വീട്ടുകാരും വിട്ട് പെണ്ണ് വരണം, അതും ജീവിതകാലം മുഴുവൻ. എന്നാൽ ആണിന് ഒരു ദിവസം പോലും. അങ്ങനെയുള്ളവർ വെറുതെ കഷ്ടപ്പെട്ട് എന്നെ കൊണ്ടുവിടാൻ അങ്ങോട്ട് വരണമെന്നില്ല. എൻ്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം. പിന്നെ സ്ത്രീധനം വേണ്ട, എന്നാ പൊന്നും പണവും വേണം എന്ന് പറയുന്ന പുതിയ വ്യവസ്ഥിതി കൊള്ളാം. പക്ഷെ കുറേ കാശ് തന്ന് ഇതുപോലെ ഒരു ഹോസ്റ്റൽ മുറിയിൽ താമസിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതിനുവേണ്ടി വാശി പിടിച്ച് എൻ്റെ അച്ഛനെ ഒരു കടക്കാരനാക്കി നിങ്ങളോടൊപ്പം എനിക്ക് സന്തോഷത്തോടെ കഴിയേം വേണ്ട. കടമകൾ തീർക്കാൻ കടക്കാരനാവാൻ വേഗം കഴിയും. പിന്നെ ആ കടം വീട്ടാൻ കത്തി തീരും വരെ കഷ്ടപ്പെടേണ്ടി വരും എൻ്റെ അച്ഛൻ. അങ്ങനെ ഒരു അവസ്ഥയേക്കാൾ നല്ലത് ഈ ഒരു പോക്ക് തന്നെയാണ്. കഴുത്തിൽ വീണ കുരുക്കിൽ കിടന്ന് ശ്വാസം മുട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കടം കൊണ്ടുപോകാത്ത അച്ഛൻ്റെ സന്തോഷം കണ്ട് ജീവിക്കുന്നതാണ്. രേണുക പുഞ്ചിരിയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും രേണു എന്നുറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ശരത്ത്. ആ വിളി കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ അയാളുടെ മുന്നിലേക്ക് വന്നു. കെട്ടിയത് വെറും ചരട് കോർത്തത് വെറും പൊന്നല്ലെന്ന് മനസ്സിലാക്കണം. താലി എന്നത് രണ്ട് മനസ്സുകളെ തമ്മിൽ ചേർത്ത് വെക്കുന്നതാണ്. അല്ലാതെ സ്ത്രീധനം എന്ന പേയ്മെൻറ്റ് വാങ്ങി പെണ്ണിനെ പെയിൻ ഗസ്റ്റ് ആക്കാനുള്ള അഡ്വാൻസ് അല്ല ഈ താലി. അവൾ അയാളെ നിരാശയോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. കഴുത്തിൽ വീണ കുരുക്കിൽ കിടന്ന് ശ്വാസം മുട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കടം കൊണ്ടുപോകാത്ത അച്ഛൻ്റെ സന്തോഷം കണ്ട് ജീവിക്കുന്നതാണ് എന്നോർത്തുകൊണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.